الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ഭയപ്പെട്ടു പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത നിലപാടുകളെ മുഴുവൻ വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ തുടർന്നു പോകാനും മുസ്ലിമായ അവസ്ഥയിൽ അല്ലാഹുവിനെ കണ്ടുകൊണ്ടാലും നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും അന്തിമമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരം എടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസം ആദ്യ പകുതി പിന്നിട്ട് കഴിഞ്ഞ ഏതാണ്ട് അവസാന പകുതിയോടടുക്കുന്ന അവസാന പത്തിനോടടുക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റജബ് മാസം ഇന്ന് 19 ആണ്. റജബ് അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കൂടിയാണ്. ഏതാണ്ട് 10-40 ദിവസം മാത്രമാണ് റമദാനും നമ്മളും തമ്മിലുള്ള അകലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
റജബ് നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിക കലണ്ടറിലെ അഥവാ ഹിജരി കലണ്ടറിലെ 7ാമത്തെ മാസം മാത്രമല്ല, മറ്റു പല നിലക്കും നമ്മൾ പരിഗണിക്കേണ്ട ഒരു മാസം കൂടിയാണ്. പരിശുദ്ധ ഖുർആൻ പവിത്രമായി പരിചയപ്പെടുത്തിയ ചതുർമാസങ്ങളിൽ 4 മാസങ്ങളിൽ ഒന്ന് റജബാണ്. മിൻഹ അർബഅത്തുൽ ഹുറൂം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് മുതൽ അല്ലാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹ അർബഅത്തുൽ ഹുറൂം, അതിൽ 4 മാസങ്ങൾ ആദരണീയമാണ്, പവിത്രമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളാണ്. ദുൽഖഅദും ദുൽഹജ്ജും മുഹറമും ആണ് മറ്റു 3 മാസങ്ങൾ. പവിത്രമായ ഈ 4 മാസങ്ങൾ യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളായിട്ടാണ്, ആദരണീയമായ മാസങ്ങളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ യുദ്ധവും കലഹവും പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെ എല്ലാ കാലത്തും ഒഴിവാക്കേണ്ടവരാണ് വിശ്വാസികൾ. അതിനൊന്നും വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഒരു ദീനല്ല അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അരുതായ്മകൾക്കെതിരെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മയുടെ പ്രതിരോധം തീർക്കാനാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പൊതുവായി പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലെ, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും ഒരിക്കലും തുല്യമാവുക സാധ്യമല്ല. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ തിന്മയുടെ നേരെ പ്രതിരോധം തീർക്കേണ്ടത് ഏറ്റവും മികച്ച നന്മ കൊണ്ടാണ്, ഏറ്റവും മികച്ച നന്മ കൊണ്ടാണ്. ഫഇദല്ലദി ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെ നിങ്ങൾ തിന്മയെ ഏറ്റവും മികച്ച നന്മ കൊണ്ട്, ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് നിങ്ങൾ നേരിടാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ കഠിന ശത്രുക്കൾ പോലും നിങ്ങളുടെ ആത്മമിത്രമായി തീരുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ സാധ്യമാകുന്ന അളവിൽ ക്ഷമയും വിട്ടുവീഴ്ചയും സ്വീകരിക്കാൻ, പരമാവധി നന്മയുടെ പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് അള്ളാഹുവും അവന്റെ അന്ത്യപ്രവാചകനും അന്ത്യവേദത്തിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. ദയയുടെയും കാരുണ്യത്തിന്റേതുമായ വികാരങ്ങൾ സമൂഹത്തിൽ വളർത്തിയെടുക്കാനും വിശ്വാസികൾ പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനാണ് ദീനുൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതേസമയം ഇസ്ലാമിന്റെ പ്രതിയോഗികൾ പലപ്പോഴും വിശ്വാസികളെ കലഹത്തിലേക്കും യുദ്ധത്തിലേക്കും ഒക്കെ വലിച്ചിഴക്കാനുള്ള സാധ്യതകളെയും ഇസ്ലാം നിരാകരിക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴും നിരോധിതമായ ചതുർമാസങ്ങളിൽ പ്രത്യേകമായ ഒരു സംയമനവും നിയന്ത്രണവും പാലിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ശാന്തവും സമാധാനവുമുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിർത്തുവാനാണ് ഈ മാസങ്ങളിൽ ഇസ്ലാമിക സമൂഹം ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റജബ് പകുതി പിന്നിട്ട ഒരു സാഹചര്യത്തിൽ, റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അവശേഷിച്ച നാളുകളെ പരിശുദ്ധ റമദാനു വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ ദിനങ്ങളായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. റജബ് മാസം ആരംഭിച്ചത് മുതൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പല പള്ളികളിലും നമസ്കാര ശേഷം നടത്തുന്ന പ്രാർത്ഥനകളിൽ പതിവായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളൊക്കെ സാധാരണ നമസ്കരിക്കാൻ മറ്റു പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ നമസ്കാര ശേഷം ചില ഹംദുകളും ദിക്റുകളും ഒക്കെ കഴിഞ്ഞിട്ട് ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുകയും മഅ്മൂമുകൾ ആമീൻ ചൊല്ലുകയും ചെയ്യുന്ന ഒരു പതിവ് നമുക്ക് കാണാം. അവിടെ ഈ റജബ് മാസം ആരംഭിച്ചത് മുതൽ പതിവായി എല്ലാ വഖത്തിനും ശേഷം നമ്മൾ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു എന്ന കാര്യത്തിൽ ചില പണ്ഡിതന്മാർക്കൊക്കെ സംശയമുണ്ട്, ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അതേസമയം ആ പ്രാർത്ഥനയുടെ പ്രമേയവും ആശയവും വളരെ പ്രസക്തമാണ്, പ്രയോജനപ്രദമാണ് എന്നുകൂടി നമ്മൾ അറിയണം. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, പടച്ചവനെ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിഞ്ഞു തരണമേ. വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ. ഇതാണ് ഞാൻ പലപ്പോഴും ഈ മിമ്പറിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. പ്രാർത്ഥനകൾ നമ്മുടെ നിലപാടുകളാണ്, പ്രാർത്ഥനകൾ നമ്മുടെ നിലപാടുകളാണ്. റമദാനിലേക്ക് എനിക്ക് എത്താൻ കഴിയുക എന്നത്
റമദാനിലേക്ക് എനിക്ക് എത്താൻ കഴിയുക എന്ന ഒരു മനസ്സ് നമ്മളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. റജബിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടി റമദാനിനെ കാത്തിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമ്മൾ അറിയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, ചുരുങ്ങിയത് 2 മാസം മുമ്പ് മുതൽ തന്നെ റമദാനിന് വേണ്ടി അവിടെ നിന്ന് ഒരുങ്ങാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സ്വയം ഒരുങ്ങുക മാത്രമല്ല, തന്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അതിഥിയാണ് പ്രിയമുള്ളവരെ അനുഗ്രഹീത റമദാൻ. കാരണം റമദാൻ റഹ്മാനിൽ നിന്നുള്ള അതിഥിയാണ്, റഹ്മാനായ റബ്ബിൽ നിന്നുള്ള അതിഥിയാണ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന റബ്ബിന്റെ അതിഥിയെ മനോഹരമായി സ്വീകരിക്കുവാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഒരു മാസവും ഏതാനും ദിവസങ്ങളും മാത്രമേ നമ്മളും റമദാനും തമ്മിൽ ഇനി അകലമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ പലരും കച്ചവടക്കാരുണ്ടാവും. ഇനി ഇവിടെ വരാനുള്ളവരും പലരും കച്ചവടക്കായിരിക്കും. സ്വാഭാവികമായവരുടെ കച്ചവട തിരക്കുകാരൻ കുറച്ചൊക്കെ വൈകി എത്തുന്നവരും അവരായിരിക്കും. മിക്ക കച്ചവടങ്ങൾക്കും നമുക്കറിയാം ചില പ്രത്യേകമായ സീസണുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? എന്നല്ല, ചില കച്ചവടങ്ങളൊക്കെ നിലനിൽക്കുന്നത് തന്നെ സീസൺ സെയിൽസിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അങ്ങനെ സീസൺ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന വ്യാപാരികൾ അവർ ഏർപ്പെട്ടിരിക്കുന്ന ആ പ്രത്യേക സെഗ്മെന്റിന്റെ ആ സീസൺ അടുത്തു വരുമ്പോ അവരുടെ കച്ചവടത്തെ ത്വരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില മുന്നൊരുക്കളൊക്കെ നടത്താറില്ലേ? എന്ന് പറഞ്ഞാൽ സീസൺ ഡിമാൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ സ്റ്റോക്ക് ഏറ്റവും റിലയബിൾ ആയ സോഴ്സിൽ നിന്നും അവർ പർച്ചേസ് ചെയ്ത് സൂക്ഷിക്കാറില്ലേ? കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ വിൽക്കാൻ കഴിയുന്ന വിധത്തിൽ അവർ അത് പർച്ചേസ് ചെയ്ത് വെക്കാറില്ലേ? അതിനാവശ്യമായ മാർക്കറ്റ് സ്റ്റഡി ആ കച്ചവടക്കാർ നടത്താറില്ലേ? അങ്ങനെ ആവശ്യത്തിലുള്ള പ്രോഡക്റ്റ് മുൻകൂട്ടി തയ്യാറാക്കി വളരെ പ്രതീക്ഷയോടും വളരെ മുന്നൊരുക്കത്തോടും കൂടി സീസൺ വെയിറ്റ് ചെയ്തിരിക്കുന്ന കച്ചവടക്കാരനെ പോലെ, അത്തരം കച്ചവടക്കാർക്കാണല്ലോ സീസണിൽ മികച്ച ലാഭം കൊയ്യാൻ കഴിയുക. അത്തരം ഒരു കച്ചവട മനസ്സോടുകൂടി പരിശുദ്ധ റമദാനെ സമീപിക്കാനും കാത്തിരിക്കാനും വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. സീസൺ അടുത്തു വരുമ്പോ ഒരു കച്ചവടക്കാരന്റെ ഹൃദയം തുടിക്കുന്നതിലേറെ ഒരു മുഅ്മിനിന്റെ മനസ്സ് തുടിക്കണം. റമദാനിന്റെ ആഗമനം അറിയുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി കാലേ കൂട്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥിയും ഒരു തയ്യാറെടുപ്പും കൂടാതെ ഒരു മുന്നൊരുക്കം കൂടാതെ പരീക്ഷാ ഹാളിലെത്തുന്ന വിദ്യാർത്ഥിയും ഒരുപോലെയല്ലല്ലോ. ആ 2 വിദ്യാർത്ഥികളുടെയും റിസൾട്ടുകൾ തമ്മിൽ വലിയ അന്തരമുണ്ടാവുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആകസ്മികമായി റമദാനിനെ സമീപിക്കുന്നവരാകരുത് നമ്മളാരും എന്നാണ് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. പടച്ച റബ്ബ് ഒരു 10-40 നാളുകൾ കൂടി നമ്മുടെ ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആയുസ്സിലെ ഏറ്റവും മികച്ച റമദാൻ ആകണം വരാനിരിക്കുന്ന റമദാൻ എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനാവശ്യമായ ഒരുക്കവും പ്രാർത്ഥനയും ഇനിയുള്ള നാളുകളിൽ നമ്മുടെയൊക്കെ മുൻഗണനയിൽ ഉണ്ടാകണം എന്നാണ്. റമദാന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും ഇസ്ലാമിന്റെ മറ്റു പല നന്മകളുടെയും പല വിഷയങ്ങളുടെയും കാര്യത്തിൽ ഈ ഒരു മുന്നൊരുക്കം, ഈ ഒരു ആസൂത്രണം ദീൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇസ്ലാമിന്റെ തന്നെ മറ്റൊരു അടിസ്ഥാന സ്തംഭമായ ഹജ്ജിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ച് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. ഹജ്ജിന് വേണ്ടി അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പാതയങ്ങൾ ഒരുക്കുക, ഹജ്ജിന് വേണ്ടിയുള്ള പാതയം ഒരുക്കിക്കൊണ്ടിരിക്കുന്നാൽ ഏറ്റവും മികച്ച പാതയം എന്ന് പറയുന്നത് തഖ്വയാകുന്ന പാതയമാണ്, മുന്നൊരുക്കമാണ്. ഇസ്ലാമിക സമൂഹം ശത്രുക്കൾക്കെതിരിൽ സമര പോരാട്ടങ്ങൾക്ക് ഒരുക്കുമ്പോ അങ്ങനെ യുദ്ധത്തിലേക്ക് ആകസ്മികമായി എടുത്തു ചാടുകയല്ല, മറിച്ച് നല്ല മുന്നൊരുക്കത്തോടു കൂടി വേണം എന്ന് വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറത്ത് അംഫാലിൽ അല്ലാഹു വിശ്വാസികളോട് പറയുന്നുണ്ട്. അവർക്കെതിരെ, ശത്രുക്കൾക്കെതിരെ നിങ്ങൾ കഴിയാവുന്നത്ര പരമാവധി നിങ്ങൾ ശക്തി സംഭരിക്കുക. സജ്ജീകരിക്കപ്പെട്ട കുതിരശക്തിയെ, കുതിരപ്പടയെ നിങ്ങൾ ഒരുക്കി നിർത്തുക. അതുവഴി പടച്ചവന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഭയപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ മൂന്നാമതായി എടുത്തു പറഞ്ഞത് യൗമിർ റഹീൽ എന്നാണ്.
അവസാനത്തെ യാത്രക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം, അവസാന യാത്രക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം. അതും വിശ്വാസികളോട് വളരെ പ്രാധാന്യപൂർവ്വം ഓർപ്പിക്കുന്നുണ്ട്, അല്ലെ? ധാരാളമായി ഖുർആനിൽ മരണത്തെ കുറിച്ച് ഓർപ്പിക്കുന്ന ആയത്തുകൾ നിങ്ങൾ മരിക്കുമെന്ന് പറയാൻ വേണ്ടിയാണോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ എന്നൊക്കെ ഖുർആനിൽ മരണത്തെ കുറിച്ച് ധാരാളമായി ഓർപ്പിക്കുന്നുണ്ടല്ലോ. എന്തിനാ വീണ്ടും വീണ്ടും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ മരണത്തിന്റെ രുചി ആസ്വദിക്കും. പ്രവാചകരെ താങ്കളും അവരും മരിക്കും, ഇന്നക മയ്യിത്തും വഇന്നഹു മയ്യിത്തുൻ. ഇങ്ങനെ മരിക്കുമെന്ന കാര്യം നമ്മൾ അജീസുമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ എന്തിനാണ് ഈ മരണത്തെ കുറിച്ച് പറയുന്നത്? മരണത്തിനെ കുറിച്ച് പറഞ്ഞ് മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയാണ്. അല്ലാതെ മരണത്തെ ഭയപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. മരണത്തെ ഭയപ്പെട്ടത് കൊണ്ട് മരണം പിന്മാറുകയില്ലല്ലോ. മരണത്തെ വെറുത്തത് കൊണ്ട് കാര്യമില്ല. വെറുത്തത് കൊണ്ട് മാത്രം നമ്മെ സമീപിക്കാത്തതല്ലോ മരണം. മരണത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താനാണ്. ഇമാം അലി റളിയല്ലാഹു അൻഹു തഖ്വ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു പോയിന്റ് അതാണ്. അവസാന യാത്രക്ക് വേണ്ടി അവസാന യാത്രക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തുക തഖ്വയുടെ താല്പര്യമാണ് എന്ന് ഞാൻ പറയുന്നത്. ഒരു നന്മക്ക് നമ്മളറിയണം, ഒരു നന്മക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പോലും, ഒരു നന്മ ചെയ്യാൻ വേണ്ടി, ഒരു സൽക്കർമ്മത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ പോലും പുണ്യകരവും പ്രതിഫലാർഹവുമായി പഠിപ്പിക്കപ്പെട്ട ദീനിലാണ് പ്രിയമുള്ളവരെ നമ്മളുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ഒരാൾ ഒരു സൽക്കർമ്മത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കെ, ഒരു സൽക്കർമ്മം ചെയ്യാൻ തീരുമാനിച്ച് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ പടച്ചവന്റെ തീരുമാനപ്രകാരം അയാൾ മരണപ്പെടുകയാണെങ്കിൽ ആ കർമ്മം അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ കർമ്മം അനുഷ്ഠിച്ച പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന്, തന്റെ നിയ്യത്ത് കൊണ്ട് ലഭിക്കുമെന്ന് പഠിപ്പിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആത്മാർത്ഥമായ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ നമുക്കത് സന്ദർഭവശാൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ആയുസ് അവസാനിച്ചുകൊണ്ടല്ല, വേറെന്തോ കാരണം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, പക്ഷെ ആ നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ നല്ല നിയ്യത്തിന് നാഥൻ നന്മ ചെയ്ത പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിക്കപ്പെട്ട ദീനിലാണ് പ്രിയമുള്ളവരെ നമ്മളുള്ളത്. എന്തുമാത്രം അനുഗ്രഹമാണ് അള്ളാഹു നമ്മോട് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം പ്രതീക്ഷിച്ചിരിക്കൽ പോലും പുണ്യമാണ് എന്നാണ്. നമുക്കറിയാലോ, ജമാഅത്ത് നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ നേരത്തെ എത്തി കാത്തിരിക്കുന്നത് പ്രതിഫലാർഹമായ കർമ്മമാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ പള്ളിയിലെത്തുന്നവർക്ക് വലിയ വമ്പിച്ച ഓഫറുകളാണ് അശ്റഫുൽ ഖൽഖ് നൽകിയിട്ടുള്ളത്. റമദാനിന്റെ കാര്യവും വ്യത്യസ്തമല്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. നന്മയുടെ വസന്തകാലമായ, പടച്ചവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ അതിവർഷം സംഭവിക്കുന്ന, പ്രതിഫലത്തിന്റെ പെരുമഴക്കാലമായ പരിശുദ്ധ റമദാനിനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതും പ്രാർത്ഥന മനസ്സോടുകൂടി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതും വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ആ കാത്തിരിപ്പിന്റെയും മുന്നൊരുക്കത്തിന്റെയും തേട്ടമാണ് നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെ പ്രമേയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമദാൻ. ഈ പ്രാർത്ഥനയുടെ പ്രമേയത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ പ്രാർത്ഥനയുടെ ആശയത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് ഇനിയുള്ള 10-40 വരുന്ന നാളുകൾ കഴിച്ചു കൂട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രയത്നവും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് പ്രയത്നത്തോടൊപ്പമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഹജ്ജിനും ഉംറക്കൊക്കെ പോയത് നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ഉണ്ടാവും. ഹജ്ജിന് പോയത് അധികമല്ലെങ്കിലും ഉംറക്ക് പോയവർ ധാരാളം ഉണ്ടാവും. ഇപ്പോ അതൊരു ധാരാളമായി ഈ സമുദായത്തിൽ കണ്ടുവരുന്ന പ്രവണതയാണ്. ഉംറക്ക് വേണ്ടി ധാരാളം ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ധാരാളമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹജ്ജിനും ഉംറയിലും ഒക്കെ നമുക്കറിയാം തവാഫിന്റെ കൂടെ സഅയുമുണ്ട്. തവാഫ് എന്ന് പറയുന്നത് വിശുദ്ധമായ, വളരെ വിശിഷ്ടമായ ഒരു പ്രാർത്ഥന കൂടിയാണ്. അതേസമയം സഅയി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പ്രയത്നം എന്നാണ്, അധ്വാനം എന്നാണ്, അല്ലെ? മഹദി ഹാജറ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിന് ജീവജലത്തിന് വേണ്ടി റബ്ബിനോട് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. സഫാ മർവ മലനിരകൾക്ക് മുകളിലേക്ക് മാറി മാറി പാഞ്ഞു കയറി ചുറ്റുപാടും പരതി നോക്കുകയായിരുന്നു അവർ, അല്ലെ? വല്ല യാത്രാ സംഘത്തിന്റെയോ അതല്ലെങ്കിൽ വല്ല പറവകളുടെയോ ലക്ഷണമെങ്കിലും കണ്ണെത്തും ദൂരത്ത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മഹദി ഹാജറ ഇരുഭാഗത്തുമുള്ള സഫാ മർവ മലകൾക്കിടയിൽ ഓടി നടന്ന് ആ രണ്ട് മലകളിലും മാറി മാറി കയറി അങ്ങ് വിദൂരകളിലേക്ക് കണ്ണയക്കുകയായിരുന്നു. അതിന്റെ പ്രതീകാത്മകമായ ആവർത്തനമാണ് നമ്മൾ സഅയ്. അത് പ്രയത്നമാണ്, അത് അധ്വാനമാണ്, അത് പരിശ്രമമാണ്. അഥവാ പ്രാർത്ഥനയോടൊപ്പം പരിശ്രമം, പ്രയത്നം, പ്രവർത്തനം കൂടി പ്രാർത്ഥനയുടെ പുലർച്ചയ്ക്ക് ആവശ്യമാണ് എന്നതിന്റെ മനോഹരമായ പാഠമാണ് പഠിപ്പിക്കുന്നത്.
ഒരാൾ ഇങ്ങനെ റബ്ബി ഹബലി മിന സ്വാലിഹീൻ, പടച്ചവനെ എനിക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അതേസമയം വിവാഹം തന്നെ കഴിക്കാതിരിക്കുകയോ ദാമ്പത്യ ജീവിതം നയിക്കാതിരിക്കുകയോ ചെയ്താൽ വിവാഹം കഴിക്കണമെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ എന്നിട്ട് ഇങ്ങനെ സൽസന്താനങ്ങളെ പ്രദാനം ചെയ്യണം എന്ന പ്രാർത്ഥന അർത്ഥശൂന്യമാണത്. ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത് പ്രാർത്ഥനകൾക്ക് കുറവില്ല, പക്ഷെ പ്രാർത്ഥനകൾക്ക് കുറവില്ല എന്നല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായ സമ്മേളനങ്ങൾ വരെ സംഘടിപ്പിക്കാൻ സമുദായത്തിന് സംവിധാനങ്ങളുണ്ട്. എന്നാൽ പ്രാർത്ഥനകൾക്കനുസരിച്ച് ക്രിയാത്മകമായ ആ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും കാണാൻ കഴിയാതിരിക്കുന്നത്. മറ്റൊന്ന്, ധാരാളമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഉള്ളുരുകിയുള്ള കൽവിൽ തട്ടിയുള്ള പ്രാർത്ഥനകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് രണ്ടും അപൂർണമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും അപൂർണമാണ്. ഈ അപൂർണതകൾ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ടിടത്ത് തിരുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നല്ല ആസൂത്രണത്തോടും മതിയായ മുന്നൊരുക്കത്തോടും ആത്മാർത്ഥവും ഉള്ളിൽ തട്ടിയുമുള്ള പ്രാർത്ഥനകളോടും കൂടി പരിശുദ്ധ റമദാനിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവരാകണം. അങ്ങനെ നമ്മൾ മാറണം എന്നാണ്. മുന്നൊരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ പടച്ചവരുമായി ബന്ധപ്പെട്ടതുണ്ട്, പടപ്പുകളുമായി ബന്ധപ്പെട്ടതുമുണ്ട്. റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഈ രണ്ട് തലങ്ങളും ചേർന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മൾ പറയും. പടച്ചവനോടുള്ള ബാധ്യതകളിലും പടപ്പുകളോടുള്ള കടപ്പാടുകളിലുമുള്ള കുറവുകൾ തിരുത്തലും വിടവുകൾ നികത്തലും പോരായ്മകൾ പരിഹരിക്കലും പരിശുദ്ധ റമദാനിന് മുന്നോടിയായി നമ്മിൽ നിന്നുണ്ടാകണം എന്നതാണ്. സലഫുകളൊക്കെ പറഞ്ഞതുപോലെ ഈ അതിനുവേണ്ടിയുള്ള നാളുകളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകാനിരിക്കുന്നത്. റജബ് എന്ന് പറയുന്നത് നന്മകളുടെ വിത്തിറക്കാനുള്ള മാസമാണ്. ഷഹബാൻ അതിന് വെള്ളവും വളവും നൽകേണ്ട മാസമാണ്. റമദാൻ നമുക്ക് വിളവെടുപ്പിനുള്ള സന്ദർഭവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരക്ക് പിടിച്ചുള്ള നമ്മുടെ പരക്കം പാച്ചിൽ നിന്ന് ഒന്ന് കുതറി മാറാൻ, അട്ടിമറിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണനാ ക്രമങ്ങളെ ശരിയായ ക്രമത്തിൽ അടുക്കി വെക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. റജബ് മാസത്തിൽ പ്രത്യേകമായ നമസ്കാരങ്ങളോ നോമ്പോ മറ്റ് ഇബാദത്തുകളോ നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും സുന്നത്തുകളും ദിക്റും പ്രാർത്ഥനകളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയമായ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഉള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. അതോടൊപ്പം തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപവൃത്തികളിൽ നിന്നും അതുപോലുള്ള അരുതായ്മകളിൽ നിന്നുമൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും വെടുപ്പാക്കി വെക്കുക എന്നതും റമദാന്റെ മുന്നൊരുക്കമായി നമ്മൾ ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ്. കാരണം ആദരണീയമായ മാസം, വിശുദ്ധ മാസം വിരുന്നു വരുന്നത് വിശ്വാസികളുടെ ഹൃദയത്തിലേക്കാണ്. തെറ്റുകുറ്റങ്ങൾ ജടകെട്ടിയ അല്ലെങ്കിൽ പാപമാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ഹൃദയവുമായി ഈ പരിശുദ്ധ മാസത്തെ അള്ളാഹുവിന്റെ അതിഥിയെ റഹ്മാൻ, ആ അള്ളാഹുവിന്റെ റഹ്മാന്റെ അതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ അഴുക്കു നിറഞ്ഞ വീട്ടിലേക്ക് ഗസ്റ്റുകളെ ക്ഷണിക്കുന്നത് പോലെയാണ്. നമ്മളാരെങ്കിലും ആ പണി ചെയ്യുമോ? വീടകം മുഴുവനും അഴുക്ക് പിടിച്ചു കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി നമുക്ക് താല്പര്യമുള്ള അതിഥികളെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മളാരും ഇഷ്ടപ്പെടുകയില്ലല്ലോ. അപ്പോ റമദാനാകുന്ന അള്ളാഹുവിന്റെ അതിഥിക്ക് വേണ്ടി, ലീഖുമിന റഹ്മാനു വേണ്ടി ശരീരവും മനസ്സും വൃത്തിയാക്കി വെക്കുക, വെടുപ്പാക്കി വെക്കുക. അങ്ങനെ മലിനമുക്തമായ, നിഷ്കളങ്കമായ, നിഷ്കപടമായ ആ ക്ലീനായ കൽബിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്തിലേക്ക് ആദരണീയ മാസം എത്തിച്ചേരുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സും ശരീരവും വൃത്തിയാക്കി വെച്ച് അള്ളാഹുവിന്റെ അതിഥിയായി വരുന്ന റമദാനെ സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തിയും അതിനുള്ള ഒരു ശേഷിയും അതിനുള്ള ഒരു മാനസികാവസ്ഥയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇനിയുള്ള നാളുകളിൽ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലേക്ക് എന്റെയും നിങ്ങളുടെയും ഒക്കെ നമ്മുടെ കുടുംബത്തിന്റെയും ഒക്കെ ആയുസ്സുകൾ അല്ലാഹു ദീർഘിപ്പിച്ചു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.